ഒറ്റയ്ക്കല്ലേ. ചിലപ്പം ഈ ലക്ഷ്മണനെ നല്ലോണം അറിഞ്ഞു. ലക്ഷ്മണനൊക്കെ ഇജാതി സാധനങ്ങളൊക്കെ കണ്ട മൂക്കിൻ്റെ മുള്ള എന്ത് ശുണ്ഠി അതറിഞ്ഞും കൊണ്ട് തന്നെയാണ് ആരെയും അങ്ങോട്ട് പറഞ്ഞയച്ചത്. ലക്ഷ്മണൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും കിട്ടിയപ്പോൾ അടുത്ത ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളൂന്ന് ആർക്കും ഉറപ്പുണ്ട്. അപ്പോൾ താനായിട്ട് വേണ്ട, അത് ലക്ഷ്മണൻ കൈകാര്യം ചെയ്തോളേ. അപ്പം അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അങ്ങോട്ട് ചെന്നോളൂ, എൻ്റെ അനിയനാണേ, ആ ഒറ്റയ്ക്കാണേ, ആരും ഇല്ലേ, ആ ഭാര്യ കൊട്ടാരത്തിൽ എവിടെ ആരും ഇല്ല, ഒറ്റയ്ക്ക്. അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ലക്ഷ്മണൻ സ്വീകരിച്ചോളൂ എന്നും പറഞ്ഞു. അപ്പം ഇവൾക്കിപ്പോൾ അങ്ങനെ രാമൻ ആണെങ്കിൽ രാമൻ, ലക്ഷ്മണൻ എന്നുവെച്ചാൽ ലക്ഷ്മണൻ. ഇനി ഇവർ രണ്ടാളല്ലാണ്ട് ഇതിനേക്കാളും എന്നാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പിടിവാശിയൊന്നും ആർക്കില്ല. എന്താർത്ഥം? അല്ല, ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു പ്രേമഭാവത്തിലൊക്കെ വരിക വെച്ചാൽ പ്രേമിക്കാൻ വരുന്നോള് ഇവനെ ഇന്ന് കുറച്ചു നേരം ഇത് പ്രേമിക്കാം, മറ്റേ എന്നാൽ നാളെ അതാവാ, അങ്ങനെ ഒരാഴ്ചക്കുള്ളത് കണ്ടു വെച്ചിട്ട് എന്ത് ഇതിന് പ്രേമം എന്നാ പറയുക? അത് ശരിയാവുമോ? അത് നല്ല അപ്പം അതൊക്കെ ഒരു നമ്മൾ വിചാരിക്കുന്ന മാതിരി പരിശുദ്ധിയുള്ള പ്രേമബന്ധം അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുരാഗമൊന്നും അല്ലാതെ കാമാണേ, വെറും ഈ ശുദ്ധായ കാമാണ് അതായിട്ടാണ് ഈ വരണത്. അപ്പം ഈ കാമഭാവേന വന്ന ഈ ശൂർപ്പണഖ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ പറഞ്ഞപ്പം ഇവളെന്ത് ചെയ്തു? ഇവൾ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മണനാച്ചാൽ ഇതിനൊന്നും കണ്ടിട്ട്, ഈ സാധനം വന്ന് നിൽക്കണമൊന്നും കണ്ടിട്ടില്ല. ലക്ഷ്മണൻ ഈ അമ്പ് ഇങ്ങനെ ഇതെങ്ങനെ കൂർപ്പിക്കുകയല്ലേ. നല്ല ലക്ഷ്മണനൊരു പണിക്ക് ഇരുന്നാൽ പിന്നെ പറയണ്ട, ശ്രദ്ധ അത്രയ്ക്ക് ശ്രദ്ധയുള്ളവനാണ്. അപ്പോഴാണ് ഇവള് വന്നിട്ട് ഇങ്ങനെ എക്സ്ക്യൂസ് മീന്ന് ആരോട്. ഇപ്പം ലക്ഷ്മണൻ നോക്കി, ആര് ഈ സാധനത്തിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ഇംഗ്ലീഷിൽ മറ്റേത് ഇവിടെയും പറഞ്ഞു. ലക്ഷ്മണൻ അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ലക്ഷ്മണൻ ഇതെന്താ പറഞ്ഞ. അപ്പോൾ അവൾ അതൊക്കെ പറഞ്ഞു, മറ്റേ ചരിത്രമൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ അഹം ശൂർപ്പണഖ നാമ. വല്ലാത്ത നാമയാണത്, രാവണൻ്റെ അനിയത്തിയാണ്. അതുകൊണ്ടങ്ങനെ ഞാനിങ്ങനെ കല്യാണ കാര്യം പറയാമെന്ന് പറഞ്ഞു. ലക്ഷ്മണൻ ലക്ഷ്മണന് ഒരു നേരം പോക്ക്, ഏട്ടൻ്റെ അനിയനാ ആര് ലക്ഷ്മണൻ എന്ത് പറഞ്ഞു? ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ എൻ്റെ ശൂർപ്പണഖേ, നിന്നെ ഒന്നും കല്യാണം കഴിച്ച് കൊണ്ടടക്കാക്കി പറ്റില്ലേ. എന്താ വെച്ചിട്ടുണ്ടോ, ഞാൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ദാസനാ. ദാസൻ്റെ ഭാര്യ ആയാൽ നീ വളരെ കഷ്ടപ്പെടും. നീ അങ്ങനെ ഒരു ദാസിയാവാൻ പറ്റിയോളാന്ന് തോന്നണില്ല. അതിലൊക്കെ വലിയ ഉയർന്ന ജാതി സമ്പ്രദായക്കാരിയാണ് നീ. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ലേശം ഇങ്ങനെ ആ കൂട്ടത്തിൽ നിനക്ക് പറ്റുമെന്ന് തോന്നില്ലേ. അപ്പം നീ ഒരു കാര്യം ചെയ്യൂ, ഏട്ടൻ്റെ അടുത്തേക്ക് എന്നെ ചെന്നോളൂ, അതാവും നന്നാവുക. ആരോട് പറഞ്ഞു? ശൂർപ്പണഖോട്. അപ്പോൾ ശൂർപ്പണഖ വിചാരിച്ചു, എന്നാ ഏട്ടനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. 5 മിനിറ്റ് കൂടുമ്പോൾ എന്ത് മാറുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ അടുത്തേക്ക് കേൾക്കുന്നു. പറഞ്ഞ് അതെന്താ ലക്ഷ്മണൻ അതൊക്കെ പറയും, എന്നാലും നീ കുറേ നേരം നിന്നിങ്ങനെ ചോദിച്ചു നോക്കൂ, ലക്ഷ്മണൻ സമ്മതിക്കും. അങ്ങനെയാ, എന്നൊക്കെ ആളറിയില്ല, ഞാൻ ആദ്യമല്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഏട്ടനെ അനിയനും കൂടെ ആ വൈകുന്നേരത്തെ 3:45 നേരത്തെ ഒരു നേരം പോക്ക്. എന്തല്ലേ, അങ്ങനെ ഉണ്ടായി. ഒടുക്കം ഈ ശൂർപ്പണഖ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടോ, ഇവൾക്ക് മനസ്സിലായി ഇത് തട്ടി കളിക്കുകയാണെന്ന്. എന്താ നമ്മൾ അങ്ങോട്ട് തട്ടണോ ഇങ്ങോട്ട് തട്ടണോ, ഇതൊരു നല്ല മട്ടല്ലല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ലക്ഷ്മണനും സ്വീകരിച്ചില്ല, രാമനും സ്വീകരിച്ചില്ല. രണ്ടാളും തന്നെ പരിഹസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണം. ഇവളെന്തേ ചെയ്തു വെച്ചാൽ ദേഷ്യപ്പെട്ടു. ഇതിനൊക്കെ കാരണം എന്താ വെച്ചിട്ടുണ്ടോ, രാമൻ തന്നെ സ്വീകരിക്കായിരുന്നു. കാരണം എന്താ സ്വീകരിക്കാണ്ടിരിക്കാൻ കാരണം? ഒരു കാരണമേ ഉള്ളൂ. എന്താ ഇവള് ആ സാധനത്തിന് ആദ്യം അങ്ങോട്ട് ഗോരോചനാദി ഗുളിക മിണുങ്ങും പോലെ മിണുങ്ങിയാൽ പിന്നെന്തില്ല, പേടിക്കാനില്ലല്ലോ. നേരെ കിட்ட ചെന്നിട്ട് അഭ്യധാവൽ സുസംകൃദ്ധ മഹോൽക്ക രോഹിണീമിവ. ആകാശത്തിൽ കൂടി ഈ ധൂമകേതു പറന്ന് ചാടി വരണണ്ടല്ലേ, അതേ ജാതി വേഗത്തിൽ ഇങ്ങോട്ട് വന്നു സീതയുടെ നേരെ ചാടി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വിഴുങ്ങാൻ പുറപ്പെട്ട്. അയ്യോ കഷ്ടമില്ലേ. അത് ഇവിടെ കണ്ടപ്പം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഉണ്ണിയെ ക്രൂരൈരനാര്യേ സൗമിത്രേ പരിഹാസ കഥഞ്ജന നകാര്യവശ്യ വൈദേഹീം കഥഞ്ജൽ സൗമ്യ ജീവതീം. ഉണ്ണിയെ ഞാനൊരു കാര്യം നിന്നോട് പറയുക, ക്രൂരൈഹി അനാര്യൈഹി, സമ്പ്രദായവും സംസ്കാരവും ഇല്ലാത്ത ദുഷ്ടന്മാരോട് സൗമിത്രേ എൻ്റെ ലക്ഷ്മണ പരിഹാസ കഥഞ്ജന, നമ്മൾ അത്തരക്കാരോട് തമാശ പറയാൻ നിൽക്കരുത്. എന്താണ് ഈ സമ്പ്രദായ സംസ്കാരം ഇല്ലാത്ത കൂട്ടരോട് നമ്മൾ ഈ തമാശ പറയാൻ നിൽക്കരുത്. അതുകൊണ്ട് വൈദേഹിയും സീതാദേവിക്ക് ആപത്തില്ലാത്ത മട്ടെന്താ ചമ്മട്ട് നോക്കിക്കോളൂ, അതിപ്പോൾ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. ഇമാം വിരൂപാം അസതീം അതിമത്താം അതിമത്ത. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി, ഇമാം ഇവളെ എങ്ങനെയുള്ളവളാണ്? വിരൂപണിയായിട്ടുള്ള ഇവളെ അസതീം. അസതീച്ച അർത്ഥം എന്താ? നല്ല സമ്പ്രദായക്കാരിയല്ല. അസതീച്ചൽ ആരെ എവിടെ കണ്ടാലും ഭർത്താവാക്കാൻ വിരോധമില്ലാത്ത മട്ടിൽ നടക്കണോളേന് എന്ത് പറയുക? അസതി.
അസതിച്ച് അങ്ങനെ ഒരു വ്യഭിചാരിണി എന്നർത്ഥം. അസതിയും മാത്രമല്ല വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ അതിമത്താം. മത്ത് എപ്പോഴേ മത്തുണ്ടാവുക? എപ്പോഴാണ് മത്തുണ്ടാവുക എന്നോ ഇനിയിപ്പോൾ അതും പറയണം. മത്ത് പിടിക്കുക എപ്പോഴാണ്? ചോറുണ്ണുമ്പോഴാ? ചായ കുടിക്കുമ്പോഴാ? മത്ത് പിടിക്കുന്നത് എന്ത് കഴിക്കുമ്പോഴാണ്? പായസ തരക്കേടില്ല എന്നാലിട്ടോ. പായസം കഴിക്കുമ്പോഴത്രേ. പായസമല്ല, നല്ല കള്ള് കുടിക്കുമ്പോഴാണ് മത്ത് പിടിക്കുക. ശരിയല്ലേ? ഇത് മദ്യം. അപ്പം ഇവള് കള്ളും കുടിച്ചിട്ടാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ MDMA വല്ലതും ഉണ്ടോന്ന് അതും അറിയില്ല മടിയിൽ. ഇപ്പം പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവള് മട്ടിൽ നടക്കണോളാന്ന് മനസ്സിലായില്ലേ? കുറേശ്ശെ കഴിക്കുകയും ചെയ്യും, കണ്ടവരുടെ കൂടെ അങ്ങനെ നടക്കുകയും ചെയ്യും. അതിനൊന്നൊരു തടസ്സമില്ല. അങ്ങനെ ഇവള് നടന്ന് പല ദിക്കിലും ഇങ്ങനെ കയറി വരുമ്പോഴാണ് വഴിയിൽ ആരെ കണ്ടത്? രാമനെ കണ്ടത്. അപ്പോൾ രാമനെയും ഒന്ന് അന്വേഷിച്ച് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ സീതയാണ് തടസ്സം എന്ന് കണ്ടപ്പം ചാടി വന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, അയ്യോ രാക്ഷസീം പുരുഷവ്യാഘ്ര വിരൂപയിതുമർഹസി. അതുകൊണ്ട് രാക്ഷസിയെ എന്ത് ചെയ്യണം? ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. വിരൂപിണിയാക്കോ? വിരൂപിണിയാക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. സ്ത്രീകൾക്ക് വധശിക്ഷ പതിവില്ല. താടകയുടെ കഥ പറഞ്ഞപ്പോൾ സ്മരിച്ചില്ലേ നമ്മൾ? അന്ന് സ്ത്രീകൾക്ക് വധശിക്ഷ പതിവില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കൊരു ശിക്ഷ എന്താണെന്നറിയോ? വിരൂപണം. വിരൂപണം പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ അവയവങ്ങൾക്കൊരു വൈരൂപ്യം വരുത്തി വിടും, ഒരു അടയാളം വരുത്തി വിടും, ഇതുണ്ടായുള്ളൂ. അപ്പം അതുകൊണ്ട് വിരൂപണം, ഇവളെ വിരൂപയിതുമർഹസി, വിരൂപണം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ എന്തേ ചെയ്തു വെച്ചോണ്ടോ? ലക്ഷ്മണൻ തൻ്റെ വാളെടുത്തിട്ട് പറയും, നികൃത്ത കർണനാസാതു വിസ്വരം സാവിനദ്യജ യഥാഗതം മൃദുദ്രാവ ഘോര ശൂർപ്പണഘാവനം. ലക്ഷ്മണൻ തൻ്റെ വാളെടുത്ത് എന്താ ചോദിച്ചാൽ ഇവളുടെ എന്ത് ചെയ്തു? നികൃത്ത കർണനാസേ. എന്താ പറഞ്ഞത്? കർണനാസേ. കർണനാസ, കർണം ചെവി, നാസ മൂക്ക്. ചെവിയും മൂക്കും അങ്ങോട്ട് മുറിച്ചു. ആരുടെ? ശൂർപ്പണഖയുടെ. നികൃത്ത എന്ന് പറഞ്ഞാൽ മുറിച്ചു. ചെകിടും മൂക്കും മുറിച്ചിട്ടാണ് അടയാളം ഉണ്ടാക്കി വിട്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയൊക്കെ കയറി മുറിച്ചിട്ടുണ്ടല്ലേ. ചെവിയിലും മൂക്കുമ്പലും നിന്നിട്ടില്ല. എന്താ പറയും? മൂക്കും മുലയും മുറിച്ചു എന്നാണ് അധ്യാത്മരാമായണത്തിലൊക്കെ നമ്മൾ കേട്ടതും കേട്ടതും. വാസ്തവത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ ചെയ്തുള്ളൂ? മൂക്കും ചെവിയും മുറിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിലെ. അത് വേറൊരു കഥയും കൂടി പറയാറുണ്ട്. പണ്ട് ഇപ്പോഴൊന്നുമല്ല, ഒരു 5-10 കൊല്ലം മുമ്പ് തോന്നുന്നു. 10 നിശ്ചയില്ല. കുറേ കാലം മുമ്പ് ഒരിക്കലൊരു വായനയ്ക്ക് പോയപ്പോഴേ അവിടെ ഒരു എന്താ പറയുക, ഈ ഭാഗവതത്തിൻ്റെ ഇത് തുടങ്ങുന്ന സമയത്ത് പിന്നെ അത് ഈ തുടങ്ങുമ്പോഴൊക്കെ ചില ദിക്കിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ വരും. ആരെങ്കിലും പ്രസംഗിച്ചിട്ടത് വൃത്തികേടാക്കിയാലേ നേരെയാവുള്ളൂ നിർബന്ധമുള്ളവരുണ്ട്. ചിലരങ്ങനെയൊന്നുമല്ല, നല്ല സമ്പ്രദായത്തിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇതൊരു മട്ടുമാതിരിയൊക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് എന്തെങ്കിലും 4 അക്ഷരം പറയും. ചിലർ നല്ല സജ്ജനങ്ങളാവും, അക്ഷരം പറഞ്ഞാൽ അപകടമാക്കൊന്നുമില്ല, അവർ നല്ല സന്തോഷമായി എന്നൊക്കെ പറഞ്ഞാൽ നല്ല മട്ട, അതും കുഴപ്പമില്ല. ചിലർ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ അന്തല്ലാത്ത പേര് കേൾക്കൊണ്ട് വലിയ ആളാണെന്ന് ഇതും പേരാവട്ടെ പറഞ്ഞാൽ അതിന് ഈ വകതിരിവില്ലാത്ത കൂട്ടുണ്ടാവില്ലേ, എന്താ നല്ലത് ചീത്തന്ന്. അങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നു ഒരിക്കൽ. എന്ത് പത്രം എഴുതണവരോ അങ്ങനെ എന്തോ ആണ്, എന്താ വെച്ചാൽ ആളെ പേരൊന്നും അറിയില്ലേ ഇവിടുത്തെ, എന്തെങ്കിലും ആവട്ടെ. ഞാൻ കേട്ടിട്ട് ആളെ മനസ്സിലായ മിണ്ടണ്ടാരോളൂ, മനസ്സിലാവില്ല അങ്ങനെ പറയാം. ഏതായാലും ഈ അമ്മ വന്നിട്ട് അമ്മ പറഞ്ഞാൽ ഒരു 10-45 വയസ്സൊക്കെ ഉണ്ടാവും. ഈ അമ്മ വന്ന് കയറി എന്നിട്ട് പറയണേ, പ്രസംഗിച്ചപ്പോൾ പറയണം, വലിയ കാര്യമായിട്ടാണ്. ആളുകളൊക്കെ പാവങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞാൽ എന്താണെന്നറിയൂ? അതായത് ഒരു നേരം തൻ്റെ മുമ്പിൽ വന്ന് പ്രേമാഭ്യർത്ഥന നടത്തിയ താടകയുടെ മുക്കും മുലയും മുറിച്ച രാമനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ രാവണനെയാണ്. 10 മാസം തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടും സീതയെ തൊടാത്ത രാവണനെയാണ് എനിക്കിഷ്ടം. നമ്മളൊന്നും മിണ്ടിയില്ല. ഇവളൊക്കെ ആ രാവണൻ്റെ കാലത്ത് വേണ്ടിയിരുന്നു. എന്നാലുണ്ടാവും ഒരു ഓട്ടോറിക്ഷ വിളിച്ചൊരോട്ടമേന്നും പറഞ്ഞിട്ട് അത് കാണാൻ നമ്മളും വേണ്ടിയിരുന്നു. എന്തിന്? അർത്ഥം മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവൾ കയ്യിലിരിക്കട്ടെ, ബാക്കി എന്നിട്ട് നമുക്ക് പിന്നെ പറയട്ടോ. എന്താ പറഞ്ഞത്? വലിയമായി പറഞ്ഞത് എന്താണ്? 10 മാസം തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച സീതാദേവിയെ കൈകൊണ്ട് തൊടാത്ത ആ രാവണനെയാണ് അത്ര യമയ്ക്ക് ഇഷ്ടം. എങ്ങനെയുള്ള രാമനേക്കാളും? ഒരു നേരം 3:45 തൻ്റെ മുമ്പിൽ വന്ന് എന്ത് ചെയ്തേ? എന്താ പറയുന്നൊരു മടി? പ്രേമാഭ്യർത്ഥന നടത്തിയ ആ ശൂർപ്പണഖയുടെ മുക്കും മുലയും മുറിച്ച് സ്ത്രീത്വത്തെ വ്രണപ്പെടുത്തിയ രാമനേക്കാൾ കണ്ടപ്പോൾ ഒന്ന് നമസ്കരിക്കാൻ തോന്നിയില്ലേ? അവിടെ ഇരിക്കട്ടെ. ഈ ജാതി ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ട്. രാമൻ എന്താ രാവണൻ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ രാമനേക്കാളും സ്ഥാനം പല ദിക്കിലും രാവണനാണ്.
എന്താ കാരണം എന്നറിയോ? തെറ്റിദ്ധരിക്കരുത്. ഏതേത് സമ്പ്രദായമാണോ നാട്ടിൽ ധാരാളമായിട്ട് നടക്കുന്നത് ആ സമ്പ്രദായത്തിനനുസരിച്ചുള്ള അതാത് സമ്പ്രദായങ്ങളിൽ മിടുക്കന്മാരായ ആളുകളെ നമ്മൾ അന്ന് ആദരിച്ച പുരുഷന്മാരായിട്ട് കൂട്ടുക. സത്യം ധർമ്മം നീതിയും ദയയും ഒക്കെ കേമായിട്ട് നടക്കുന്ന നാട്ടിൽ ആരായിരിക്കും നേതാവ്? രാമനായിരിക്കും നേതാവ്. കള്ളത്തരം, സ്ത്രീകളെ ഉപദ്രവിക്കൽ, നടന്ന് ഈ പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടിക്കൽ, ചിത്രത്തം കാണിക്കൽ, വെട്ടൽ, കൊല്ലൽ, കുത്തൽ, മുറിക്കൽ, കള്ളത്തരം പറയൽ, നുണ പറയൽ, ചതി, വഞ്ചന, ഇതൊക്കെയാണ് നാട്ടിൽ കൂടുതലെങ്കിൽ അവരുടെ ആദരിച്ച പുരുഷൻ, അവരുടെ നേതാവ് മാതൃകാ പുരുഷന്മാരായിരിക്കും. അതിനനുസരിച്ചുള്ള രാവണന്മാരായിരിക്കും. തെറ്റ് പറയാൻ വയ്യ. അപ്പം നമ്മൾ ഇന്ന് രാവണനെ വലിയ ആദരിച്ച പുരുഷനായിട്ട് കാണണമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ? ഈ രാവണൻ ചെയ്ത പ്രവൃത്തിയൊക്കെ ഇന്ന് മഹാകേമായ പ്രവൃത്തിയായിട്ട് കൂട്ടണമെന്നേ ഉള്ളൂ. വേറെയൊന്നും അതിൽ പറയാനില്ല. ആരെയും വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളൊക്കെ പറയുമ്പം പറയും രാമാദിവൽ പ്രവർത്തിതവ്യം ന രാവണാധിപതി, കൃത്യാകൃത്യ പ്രവൃത്തി നിവൃത്തി ഉപദേശപരമാണ് ഈ രാമായണം എന്നൊക്കെ പറയണതേ. അപ്പം ഈ സ്ത്രീ പറഞ്ഞ കഥ അവിടെ ഇരിക്കട്ടെ കേട്ടോ. രാവണനെയാണ് എനിക്കിഷ്ടം പറഞ്ഞില്ലേ? നമുക്ക് കാണാം രാവണൻ്റെ മഹിമ എന്താണ്. എന്തുകൊണ്ട് 10 മാസം കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടും സീതാദേവിയെ രാവണൻ തൊട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ പറയൂട്ടെ. അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ വല്യമ്മേ മറക്കരുത്. ആരെയും അവിടെ ഇരിക്കട്ടെ. എന്തിനാ നിശ്ചലതൊക്കെ പറയുന്നത്? ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണിൻ്റെ മുമ്പിൽ കണ്ട തോന്നിവാസത്തെ നിന്ന് ന്യായീകരിക്കണ പലരും ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ലേ? എന്നാൽ കണ്ണുകൊണ്ട് കാണാത്തതും ലോകത്തില്ലാത്തതുമായ അസത്യങ്ങൾ വിളിച്ചു കൂവിയിട്ട് കണ്ണിൻ്റെ മുമ്പിൽ കണ്ട സത്യങ്ങളെ പച്ചയ്ക്ക് നിന്ന് നിഷേധിക്കണ സമ്പ്രദായങ്ങൾ പത്രം വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2-3 ദിവസമായിട്ട് വായിച്ച് മനസ്സിലാക്കണില്ലേ? അതൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട സത്യം, പച്ച സത്യം. അത് എല്ലാവർക്കും അറിയാം. പറയുന്നതിനോണ പറയുന്നവനൊക്കെ അതറിയാം. പക്ഷെ എന്നാലും ചിലരെ ഇങ്ങനെ തലോടേണ്ടതുള്ളതുകൊണ്ടും ചിലരെ സുഖിപ്പിക്കേണ്ടതുള്ളതുകൊണ്ടും കുഴമ്പിട്ട് ഒഴിയേണ്ടതുള്ളതുകൊണ്ടും തനിക്ക് 5 കൊല്ലം ഈ ഇങ്ങനെ കട്ടുമുടിക്കാനുള്ള സൗകര്യം ഉണ്ടാവേണ്ടതുകൊണ്ടും അതിനെ ഇവരൊക്കെ ഉത്സാഹിച്ചാൽ ഇത് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടും ദീപസ്തംഭം. ബാക്കി പറഞ്ഞോളൂ. മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, ജാതി കുറേ ഉണ്ട്. അതാണ് ഈ ഇത് മഹാഹേമാണ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? അങ്ങനത്തെ കുറേ എന്താ പറയുകയല്ലേ, ഇത് തിന്ന് 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 ചാവാനായിട്ട് ജീവിക്കണ കുറേ സമ്പ്രദായങ്ങൾ. അവർക്ക് സത്യമില്ല, ധർമ്മമില്ല, ഒന്നുമില്ല. അത്തരക്കാരുടെ ധാരാളിത്തം ഉണ്ടാവുമ്പം ഇത്തരക്കാർ നാഥന്മാരായിട്ട് വലിയ നേതാക്കന്മാരായിട്ട് കൊണ്ടാടും. അത്തരക്കാരെ നേതാവാൻ അത്തരക്കാരുടെ അനുയായിയാവാൻ നമ്മൾ പുറപ്പെടരുതെന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ രാമായണം പഠിക്കണത്. അപ്പോൾ ഈ ശൂർപ്പണഖ ഈ വിധത്തിൽ, അപ്പോൾ ശൂർപ്പണഖയുടെ വാൽമീകി രാമായണം പ്രകാരം ശൂർപ്പണഖയുടെ മൂക്കും നികൃത്ത കർണനാശേ, പ്രയോഗം മറക്കണ്ട, നികൃത്ത കർണനാശേ, നികൃന്ദനം മുറിക്കപ്പെട്ടതായ കർണനാശേ, കർണം ചെവി, നാശേ നാസിക, നികൃത്ത കർണനാസികേന, അല്ലാതെ വേറെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കഥ ശ്രദ്ധിച്ചു. പക്ഷേ ഈ ശൂർപ്പണഖയുടെ കഥ പറയുമ്പോൾ നമ്മൾ അധ്യാത്മരാമായണത്തിലൊക്കെ മറ്റേ സമ്പ്രദായത്തിലാണ് പറയുക. അങ്ങനെ വാൽമീകി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തായിരിക്കും അധ്യാത്മരാമായണത്തിൽ ഇങ്ങനെ കഥ വരാൻ കാരണം? അത് നമ്മൾ അന്വേഷിക്കണമല്ലോ. എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം കേട്ടോ. മറക്കരുത് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് നേരെ കാണാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൂക്കും മുലയും മുറിച്ചു എന്നൊരു പ്രയോഗം ശൂർപ്പണഖയുടെ നേരെ ഉണ്ടാവാൻ കാരണം എന്ന് ഉപയോഗിച്ചാൽ അത് പറയാം. കുറച്ച് കഴിഞ്ഞാൽ അടുത്തതിൽ വരും. അപ്പം ഇവിടെ ശൂർപ്പണഖയാണെങ്കിൽ മൂക്കും ചെവിയും മുറിച്ചിട്ട് ഈ മുറിഞ്ഞപ്പോൾ അവൾക്ക് വേദനയായി. അപ്പം അവൾ ആർത്ത് വിളിച്ചിട്ട് ഇങ്ങനെ അലറിയിട്ട് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ മഴക്കാലത്ത് കണ്ടില്ലേ, വലിയ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്നു, ചുമന്ന വെള്ളം ഇങ്ങനെ ചാടുന്നു, കലക്കവെള്ളം മഴ പെയ്തത്, അതേ ജാതി ചോര ഒഴുക്കിയും കൊണ്ട് ഇവൾ ഓടി എന്നാണ് പറഞ്ഞത് ശൂർപ്പണഖ ഓടി. അപ്പോൾ സീതാദേവിയെ പിടിക്കണ ആ ഒരു ഘട്ടമായപ്പോഴാണ് ഇവരെന്ത് ചെയ്തത്? ഈ സീതയെ ഉപദ്രവിക്കണമെന്നൊരു ഘട്ടം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? ആത്മരക്ഷാർത്ഥാണ് അത് ചെയ്തത്, അല്ലാതെ അങ്ങോട്ട് കയറി ചെയ്തതല്ല എന്നാണ് പറഞ്ഞത്. ഇവളെൻ്റേതാണെങ്കിൽ വേഗം ചെന്ന് ഒന്നും പറയേണ്ട ഖരൻ്റെ ജനസ്ഥാനം എന്ന്, അതായത് ഈ പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥാനത്തിന് കുറച്ച് ദൂരെയായിട്ടുള്ളൊരു സ്ഥലമാണ് ജനസ്ഥാനം. ഇന്നും മഹാരാഷ്ട്രയിൽ പോയാൽ പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് ജനസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എന്താണ് ജനസ്ഥാൻ എന്ന പേര് അതിൻ്റെയും? അത് പണ്ടത്തെ ജനസ്ഥാനം, സംസ്കൃതത്തിലെ ജനസ്ഥാനം എന്നാണല്ലോ പറയുക. ഹിന്ദിയിലാവുമ്പം ജനസ്ഥാനം, നമ്മൾ ഉത്തർപ്രദേശ് എന്ന് പറയും സംസ്കൃതത്തിൽ, ഹിന്ദി ആകുമ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയും അല്ലേ. സംസ്കൃതത്തിൽ ഉത്തരാഖണ്ഡം എന്ന് പറയും, എനിക്ക് ഉത്തരാഖണ്ഡം എന്ന് പറയും. അപ്പോഴോ ഹിന്ദിയിലാവുമ്പോൾ എന്താ പറയും? ഉത്തരാഖണ്ഡ് എന്ന് പറയും. അങ്ങനെ ഹരിദ്വാരം എന്നാണ് സംസ്കൃതത്തിലെ പേര്. ഹരിദ്വാരം വെച്ചാൽ ഹരിയുടെ അടുത്തേക്കുള്ള, ഹരൻ്റെ അടുത്തേക്കുള്ള വാതിൽ എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ അങ്ങനെയാണ്. ഹിന്ദി ആകുമ്പോഴേക്കോ ഹരിദ്വാർ
അപ്പോൾ ഭാഷ ഇങ്ങനെ മാറി മാറി വരില്ല. അതങ്ങനെയുണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല. മലയാളത്തിലും അങ്ങനെയൊക്കെ ഉണ്ട്, പലതും ഭാഷയൊക്കെ മാറുമ്പോൾ കാലം മാറുമ്പോൾ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഖരൻ എന്ന് പറഞ്ഞ ദൂഷണനോട് കൂടിയിട്ട് ആ ദുഷ്ടന്മാർ രണ്ടുപേര്, ഇവർ നമ്മൾ സഹോദരന്മാരാ പറഞ്ഞില്ലേ, ഇവർ രണ്ടുപേരും അവിടെ താമസിക്കുന്നുണ്ട് ഈ ജനസ്ഥാനത്ത്. അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് അമ്പോ ചെന്ന് ഉറക്കെ ചെന്ന് പറഞ്ഞു, ഈ ദേഷ്യപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് വന്നിട്ടാ പറയുന്നത്, ഇങ്ങനെയുള്ള ദുഷ്ടത കഷ്ടത നോക്കൂ, എൻ്റെ കാര്യം ഇങ്ങനെയായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമിച്ച് നിലവിളിച്ചു. അപ്പം ഖരദൂഷണന്മാർ രണ്ടുപേരും നമ്മുടെ സഹോദരിക്ക് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായി എന്ന് കേട്ടപ്പം അവർ വേഗം എന്നാൽ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് നേരെ ചെന്നു പറയുകയും ചെയ്തു, ഇങ്ങനെ രണ്ട് സുന്ദരന്മാർ അവിടെ ഉണ്ട്, അവരുടെ കൂടെ ഒരു സുന്ദരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ കാരണമാണ്, ആ സുന്ദരന്മാർ കാരണം എൻ്റെ കാര്യം ഇങ്ങനെ ചെയ്തേ, മൂക്കും ചെവിയൊക്കെ പോയത് പറഞ്ഞ് നിലവിളിച്ചപ്പം ഖരനും ദൂഷണനും അവരെന്ത് ചെയ്തു, ചതുർദശ രാക്ഷസന്മാരെ പറഞ്ഞയച്ചു. 14 രാക്ഷസന്മാർ രാമൻ്റെ അടുത്തേക്ക് ചെന്നു. അന്ന് പറയാനൊന്നുമില്ല, ഇനി 14 പേരെയും വിസ്തരിച്ച് വൈകുന്നേരം വരെ പറഞ്ഞാലും ഒടുക്കം പറയാനുള്ളത് തന്നെയാണ്. എന്ത് കൊന്നു, 14 പേരെയും കൊന്നു. 14 പേരെയും കൊന്നപ്പോൾ എന്താണ്ടായി വെച്ചാൽ ഈ ശൂർപ്പണഖ പറയുകയും ചെയ്തു, ഖര നിന്നെ കൊണ്ടൊക്കെ എന്ത് കാര്യമുണ്ട്, ഒരു കാര്യമില്ല, വെറുതെ ചോറുണ്ട് കിടന്നുറങ്ങാനല്ലാതെ കണ്ട് അനിയത്തേക്ക് ഇങ്ങനെ ഒരു എണ്ണം വന്നപ്പം നിന്നെ കൊണ്ട് എന്തിനു ആര് പറഞ്ഞു, അങ്ങനെ ഉണ്ടല്ലോ ഈ അങ്ങനെ ഒരു എന്താ പിരി കയറ്റി വിടുക എന്ന് പറയുന്നത്. അങ്ങനെ ഖരനും ദൂഷണനും കൂടി ചെന്ന് നന്നായിട്ട് ഗംഭീര യുദ്ധം ഉണ്ടായത്. ഖരൻ യുദ്ധത്തിന് പുറപ്പെട്ടു, ഖരനെയും കൊന്നു. 14,000 പടയായിട്ടാണ് ചെന്നത്. ഖരനെ കൊന്നു, ദൂഷണനെയും കൊന്നു. ഖരദൂഷണന്മാർ എത്ര നേരം കൊണ്ടാണ് വന്നത്, അതൊക്കെ നമുക്ക് സമയം നല്ലോണം നിശ്ചയുണ്ടാവും. എഴുത്തച്ഛനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്, കൊന്നിതു 3.25 നാഴിക കൊണ്ടേ. 3.25 നാഴികയെ വേണ്ടി വന്നുള്ളൂ. 3.25 നാഴിക പറഞ്ഞ എത്രയാ സമയം, ഒരു നാഴിക 24 മിനിറ്റ്. അപ്പോൾ 3.25 നാഴിക എത്രയുണ്ടാവും, കാൽക്കുലേറ്റർ ഒന്നും എടുത്തില്ല, നമ്മളത് പോരുമ്പോൾ മാർക്കും ചെയ്യില്ലേ. കണക്കിടയ്ക്കിടയ്ക്ക് ആ കണക്ക് നല്ലതാണ്, സൗകര്യം നമുക്ക് മനസ്സിലായി, ഏതാണ്ട് എത്ര സമയം എടുത്തു എന്നുള്ളതേ, അതാണ് ആ കണക്ക്. നമുക്ക് 3.25 നാഴിക എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ആ 3.25 നാഴിക എന്നൊന്നും എടുക്കണ്ട, എന്ത് ചെയ്താൽ മതി, അത്ര സമയമൊന്നും വേണ്ടി വന്നില്ല. ഈ പറഞ്ഞ 14,000 ഖരദൂഷണ ത്രിശിരാക്കളെ 14,000 പടയോട് കൂടിയിട്ട് ആര് നിഗ്രഹിച്ചു, രാമൻ നിഗ്രഹിച്ചു. ഇപ്പം നിഗ്രഹിച്ച സമയത്ത് മഹർഷിമാരും ഇല്ലേ ദേവന്മാരും ഒക്കെ ആകാശദേശത്ത് വന്നിട്ട് രാമൻ്റെ നേരെ പുഷ്പവൃഷ്ടി ചെയ്തിട്ട് പറഞ്ഞു, ജയതാം രാഘവോ യുദ്ധേ പൗലസ്ത്യാൻ രജനീചരാൻ. ഈ കാട്ടാളന്മാരെ ജയിക്കാൻ രാമന് എന്തുണ്ടാവട്ടെ, വീണ്ടും വീണ്ടും അല്ലെ ഐശ്വര്യം ഉണ്ടാവട്ടെ, വീണ്ടും വീണ്ടും ശക്തിയും പ്രഭാവം ഉണ്ടാവട്ടെ, ജയിക്കട്ടെ പറഞ്ഞാൽ അവരനുഗ്രഹിച്ചു. അത് നല്ല കാര്യമാണ്. നമ്മളൊരു കാര്യത്തിന് പോകുന്ന സമയത്ത് ഇങ്ങനെ അനുഗ്രഹമൊക്കെ ഉണ്ടാവുന്നത് നന്ന്. ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓടുക, സ്കൂളിലെ കുട്ടികൾ മത്സരത്തിന് ഓടുകയാണേ, ഓടുന്ന സമയത്ത് ഈ ഓടണ മൈതാനത്തിൻ്റെ പക്കത്തിരിക്കുന്ന കുട്ടികൾ ടീച്ചർമാരെല്ലാവരും ഇങ്ങനെ മരിച്ച വീട്ടിലിരിക്കുമ്പോൾ ഇരുന്ന ഈ ഓടണോന്നൊരു ഉശിരം ഉണ്ടാവുമോ? അപ്പോൾ ഈ ഓടണവൻ ഓടുമ്പം ഈ വക്കത്ത് നിൽക്കണം എന്ത് ചെയ്യും, ഓടണവന് ഒരു പണി ചെയ്താൽ മതി, ഓടിയാൽ മാത്രം മതി. വക്കത്ത് നിൽക്കണം എന്തൊക്കെ ചെയ്യണം, വായയിൽ വിരലിട്ടിട്ട് മറ്റേ ഒച്ച ഉണ്ടാക്കണം, പിന്നെ അതേ 2 കൈയടിച്ച് ഒച്ച ഉണ്ടാക്കണം. വമ്പുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടിൽ കാണിച്ചിട്ട് വേണം ഇവരെ ഓടിക്കാൻ, ശരിയല്ലേ? എന്തിനാ ഈ ഒച്ചപ്പാടുണ്ടാക്കണത്, നല്ല കയ്യടി. അങ്ങനെയുണ്ട്, നമുക്ക് കയ്യടി കിട്ടുമ്പോഴാണ് എന്തുണ്ടാവുക, ഒരു പ്രോത്സാഹനം ഉണ്ടാകുമ്പോഴാണുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം എന്തുണ്ടായേ ചോദിച്ചാൽ ഈ ഖരനെയും ദൂഷണനെയും ത്രിശിരാക്കളെയൊക്കെ കൊന്നു. മഹർഷിമാർ ഈ സമയത്ത് രാമനെ ആശീർവദിച്ചു. ആശീർവദിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ അതൊരു പോസിറ്റീവ് എനർജിയാണല്ലോ, അതിനാണ് നന്നായിട്ട് കിട്ടും ചെയ്തു. ഖരനെയും കൊന്നു, ദൂഷണനെയും ത്രിശിരാവിനെയും. അപ്പോഴേക്ക് ശൂർപ്പണഖയ്ക്ക് തോന്നി ഇത്ര വലിയ കേമായിട്ടൊരു കഥയായിട്ട് വന്നു. അപ്പോൾ അവരൊക്കെ നിസ്സാരമായിട്ടാണ് ആരെ കൊന്നത്, രാമൻ ഖരനെയും കൊന്നു, ദൂഷണനെയും കൊന്നു, ത്രിശിരാവിനെയും കൊന്നി. രാക്ഷസന്മാരെല്ലാവരും മരിച്ചു ജനസ്ഥാനത്ത്. എന്തിനാ ഇവരെ ജനസ്ഥാനത്ത് കൊണ്ടു നിർത്തിയതെന്ന് ചോദിച്ചാലേ, ഖരദൂഷണ ത്രിശിരാക്കളെ ലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ജനസ്ഥാനത്ത് താമസിപ്പിച്ചത് അവിടെ ആ ജനസ്ഥാനത്തെ നശിപ്പിക്കാനാണെന്ന് പറയും. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാലേ ലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടേക്ക് എന്തിനാണെന്നറിയോ, ഭീകരപ്രവർത്തനം നടത്താൻ. എന്തിനാ, നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, ശാന്തമായിട്ട് അരി വെച്ചുകൊണ്ട് കുട്ടികളും കുടുംബമായിട്ട് നല്ലോണം മിണ്ടിയും പറഞ്ഞും കുട്ടികൾ സ്കൂളിലേക്ക് പോയും ഭർത്താവ് പണിക്ക് പോയും കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരുവിധം അല്ലലില്ലാണ്ട് കഴിച്ച് കൂട്ടുമ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ ഭീകരന്മാരെ പ്രവൃത്തി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര കേൾക്കണു, ശരിയല്ലേ? ഈ ജാതി പ്രവൃത്തിയില്ലേ, ഇതിൻ്റെ പണ്ടത്തെ സമ്പ്രദായമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്ത്, സമൂഹത്തിൽ ഈ വിധത്തിൽ ദുരിതം ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ച കൂട്ടരാണ് ആര്, ഈ പറയണേ ജനസ്ഥാനത്ത് താമസിക്കുന്ന ഖരദൂഷണ ത്രിശിരാക്കളൊക്കെ. അപ്പോൾ അവരെന്താ ചെയ്തു വെച്ചാൽ, അങ്ങനെ രാവണൻ്റെ വധത്തിന് മുമ്പുള്ളതായ എന്ത് കഴിഞ്ഞു, ഒരു ടെസ്റ്റ് ഡോസ് കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ടാണ് ദേവന്മാർ സന്തോഷിച്ചത്. എന്താ കാരണം? ഇത് കഴിഞ്ഞൂല്ലോ, ഇനി മറ്റേതിനുള്ള ഒരിക്കേ വേണ്ടു എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഈ കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ അവിടെ ജനസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലങ്കയിൽ എന്താ കഥ ചോദിച്ചാൽ, ത്വരമാണസ്തോ ഗത്വ ജനസ്ഥാനാതകമ്പന. ഈ ജനസ്ഥാനത്ത് ഖരദൂഷണ ത്രിശിരാക്കളുടെ കൂടെ താമസിക്കണ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ അകമ്പനൻ എന്നു പേരായ രാവണൻ്റെ ഒരു ബന്ധു രാക്ഷസൻ എവിടേക്ക് ചെന്നു? ലങ്കയിൽ ചെന്നു. ഈ അകമ്പനൻ ചെന്ന് ലങ്കയിൽ ചെന്നിട്ട് രാവണനോട് പറഞ്ഞു, ഹേ നോക്കൂ രാവണ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ആര്? ഈ ജനസ്ഥാനം നശിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി നിർത്തിയ ഖരദൂഷണ ത്രിശിരാക്കളെ രാമൻ എന്ന് പറഞ്ഞിട്ട് ഒരു യോഗ്യൻ കൊന്നു എന്നും. അപ്പം രാവണൻ ചോദിച്ചു, അതാരാ ചോദിച്ചു. അതെ, ദശരഥൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് വിസ്തരിച്ചു കൊടുത്തു. മഹാകേമൻ, സുന്ദരൻ, നല്ല ശക്തനും കേമനൊക്കെയാണേ എന്നും പറഞ്ഞു. അപ്പം ആ രാമൻ വലിയ കേമൻ, അമ്പലും വില്ലിലും പ്രാപ്തിയുള്ള നല്ലൊരു യോഗ്യനായ വില്ലാലയും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിടാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് രാവണ, ഞാൻ പറയുകയാണേ, രാമനെ ജയിക്കാൻ ആർക്കും പറ്റില്ല. ഒരു തരത്തിലും രാമനെ ജയിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ ചോദിച്ചാൽ നോക്കൂ, രാക്ഷസന്മാർക്കോ ദേവന്മാർക്കോ അസുരന്മാർക്കോ ജയിക്കാൻ പറ്റാത്ത ആളാണ് ആര്? ഈ രാമനെ. പക്ഷെ രാമനെ ജയിക്കാൻ ഒരു വിദ്യ ഉണ്ട്. എന്താണെന്നറിയോ? രാമൻ്റെ കൂടെ രാമൻ്റെ ഒരു ഭാര്യ ഉണ്ട്. ആ ഭാര്യ ഉണ്ടാവും, അവളാണ് ഇയാളുടെ ശക്തി. അത് പോയി എന്ത് പോവും? രാമൻ്റെ എല്ലാ മഹിമയും പോവും. അപ്പം അതുകൊണ്ട് ഞാൻ പറയേണ്ടത് എന്താണെന്നറിയോ, തസ്യഹരസ്വ ഭാര്യം ത്വം അതുണ്ടായത്. പോയിട്ട് അയാളുടെ ഭാര്യയെ പിടിച്ചോണ്ട് വരും. ആരുടെ ഭാര്യയെ? രാമൻ്റെ ഭാര്യയെ പിടിച്ചോണ്ടുവന്നാൽ എന്തുണ്ടാവും? രാമൻ്റെ ശക്തി പോവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രാമനെ വേഗം കൊല്ലാൻ സാധിക്കും. അതേ ഇപ്പോൾ ഉള്ളൂ, അതാ വേണ്ടത്. ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീകളെ പിടിച്ചോണ്ട് വരുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. അത് രാവണന് വലിയ ഇഷ്ടമായി. ഒരു അന്തസ്സുള്ളവനോ മര്യാദയുള്ളവനോ ഈ വർത്തമാനം കേട്ട എന്ത് പറയും? എന്താണോ പറയുന്നത് വിട്ടിത്തരം, കണ്ടാൻ്റെ ഭാര്യയെ പിടിച്ചോണ്ടോ എന്ന കാര്യമാണ് പറയുന്നത്, വേറെ എന്തെങ്കിലും നിവൃത്തിൻ്റെ പറയടോ എന്നല്ലേ പറയുക. ഇവനത് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അരോചയത തദ്വാക്യം രാവണോ രാക്ഷസാധിപ. ഈ സ്ത്രീ അന്യപരസ്ത്രീ അന്യൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് വരുന്ന കാര്യം കേട്ടപ്പം വളരെ സന്തോഷിച്ചു. അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. ഇത് കേട്ടു അകമ്പനൻ പോയി. ശ്രദ്ധിച്ച് കേട്ടോട്ട്, അകമ്പനനാണ് ജനസ്ഥാനത്തൊന്നും വന്നിട്ട് ഈ വർത്തമാനം സീതയെ കൊണ്ടുവന്ന രാമൻ്റെ ശക്തി പോകും, ഇപ്പം രാമനെ നമുക്ക് കൊല്ലാൻ എളുപ്പമാണ് എന്ന തരത്തിലുള്ള വർത്തമാനം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? രാവണന്. അപ്പം രാവണൻ ഇത് കേട്ടപ്പോൾ വേഗം ഇങ്ങോട്ട് പുറപ്പെട്ടു. നോക്കൂ, നേരെ തൻ്റെ നാട്ടിലൊരു യോഗ്യൻ ഇരിക്കണോ. സദൂരേ ചാശ്രമം പ്രാപ്യ താടകേയമുപാഗമൽ. താടകേയൻ്റെ ആശ്രമത്തിക്കും. ആരാ ഈ താടകേയൻ? മറന്നു. മുമ്പ് കണ്ടതാ. താടകേയൻ ആരാണ്? താടകയുടെയും സുന്ദൻ്റെയും മകൻ ഉണ്ടായില്ലേ, മാരീചൻ. മാരീചൻ താടകയുടെ മകനാണ്. താടകേയൻ താടകയുടെ മകനാരാ? പണ്ട് താടകയെ കൊന്നുവല്ലോ. അപ്പം മാരീചൻ അന്ന് യജ്ഞത്തെ നശിപ്പിക്കാനായിട്ട് വന്നപ്പോൾ മാരീചനെ അസ്ത്രം കൊണ്ട് കൊണ്ടുപോയി കടലിൽ 100 യോജന കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ. ആ മാരീചൻ ഇപ്പം എന്താ വെച്ചാൽ അദ്ദേഹം ഇപ്പം പണ്ടത്തെ ആ ഗുണ്ടായുസൊക്കെ നിർത്തിയിട്ട് കൊട്ടേഷൻ പാർട്ടിയിൽ നിന്നൊക്കെ പിരിഞ്ഞു പോന്നു. ഇപ്പോൾ കുടുംബത്ത് വന്ന് തെക്കേ പറമ്പിലൊരു ആശ്രമം കെട്ടി ആ പുഴയുടെ കരയിൽ ഇങ്ങനെ രാമ 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 പാഹി മാം. ഇത് മാറ്റല്ലേ, ഒരു അമ്പതുകൊണ്ടൊക്കെ ഉണ്ടാവണം. മാറ്റാ പറയുന്നത് എന്ത്? അതൊന്ന് ഊരൊക്കെ അങ്ങോട്ട് കൊണ്ടതിൻ്റെ ശേഷം ഇപ്പം ആഴ്ചയിൽ ഒരിക്കലും കോട്ടയ്ക്ക് പോവും. വന്നാൽ പിന്നെ രാമ 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 ഊര തൊടുമ്പോഴേക്ക് ഉറക്കം വരും. രാമ രാമ എന്നാവും. എന്താ കാരണം? പണ്ട് അമ്പ് കൊണ്ട സ്ഥാനത്ത് തൊടുമ്പോൾ അങ്ങനെ അമ്മട്ടിലാണ് ആര് കഴിയണത്? ഈ മാരീചൻ. ആ മാരീചനെയാണ് ഈ താടകേയൻ എന്ന് പറഞ്ഞത് കേട്ടോ. മാരീചൻ്റെ അടുത്തേക്ക് ചെന്നപ്പം മാരീചൻ ചോദിച്ചു, നോക്കൂ ഇദ്ദേഹം എന്തോ ഒരു കാര്യത്തിനാണ് പറയുന്നത് മനസ്സിലായിട്ട് ചോദിച്ചു, കച്ചിൽ സുകുശലം രാജൻ ലോകാനാം രാക്ഷസേശ്വര. രാവണരാജാവേ സുഖല്ലേ, എന്തേ പങ്കിട്ട് പോരാൻ? ആശങ്കേന അധിജാനേത്വം യസ്തൂർണമുപാഗത. എന്തോ ഒരു ധൃതി കൂട്ടി ഇങ്ങോട്ട് വരാൻ കലശരായി എന്തോ ഒരു കാരണം ഉണ്ടെന്ന് മനസ്സിലാവണോ? എന്തേ പങ്കിട്ട് പോരാൻ കാരണം ചോദിച്ചു. ആരോട് ചോദിച്ചു? രാവണനോട് ചോദിച്ചു. അപ്പം രാവണൻ കാര്യം പറഞ്ഞു. എന്താ അത്? ഇങ്ങനെയൊരു ആള് രാമൻ ദശരഥൻ്റെ മകനാണത്രേ. രാമൻ ഭാര്യ ഗേമി അത്രേ. ആ ഭാര്യ വളരെ സുന്ദരി അത്രേ. അവളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നാൽ രാമൻ ബലവല്യ അന്തോനായിട്ട് തീരും. രാമനെ കൊല്ലാൻ എളുപ്പമാണത്രേ. നോക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് നീ സഹായം ചെയ്യണം. ആരെ കൊണ്ടുവരാൻ? സീതയെ കൊണ്ടുവരാൻ സഹായം ചെയ്യണം എനിക്ക് എന്നും പറഞ്ഞു. ഇതിങ്ങോട്ട് കേട്ടപ്പോഴൊക്കെ നമ്മുടെ ഈ മാരീചൻ നിന്ന നിപ്പിന് മുണ്ട് പിഴിയേണ്ടി വരുമോ എന്നൊരു സംശയമായി. എന്താ കാരണം? വേർത്തിട്ടോ? ഇല്ല, അത്രയ്ക്കായില്ല. അത് കുറച്ചും കൂടി വേറെയാണ്. എന്ത്
ഞെട്ടിയിട്ടൊരു രൂപം കിട്ടിയില്ല. അപ്പം അങ്ങനെ പൂക്കുല വറയ്ക്കും പോലെ കാലിൻ്റെ തൊട്ടെങ്ങനെ വറയ്ക്കുക. ആർക്ക്? മാരീചനെ. മാരീചൻ ചോദിച്ചു, രാവണ ആഖ്യാത കേന സീതാ സാ മിത്രരൂപേണ ശത്രുണ. അയ്യോ എൻ്റെ രാവണ, ഏത് ദുഷ്ടനാണെന്ന് എനിക്കിത് പറഞ്ഞു തന്നത്? അത് ആ പറഞ്ഞു തന്നവൻ ആരായാലും നിൻ്റെ കൂടെ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിൽ നിൻ്റെ കൂടെ നിൽക്കണം, നീ നശിച്ച് കാണണം എന്ന് മോഹിക്കണ ഏതോ ഒരു ദുഷ്ടനാണെന്ന് എനിക്കിത് പറഞ്ഞു തന്നത്. ആരാണ് എനിക്കിത് പറഞ്ഞു തന്നത്? രാവണ ചോദിച്ചു. എന്തായാലും അവനെ നീ നശിക്കണം എന്ന് മോഹമുണ്ട്, ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പറഞ്ഞു വിടില്ലേ. ത്വയാ രാക്ഷസശാർദൂല കോന നന്ദതി നിന്ദിത. ആര് പുറപ്പെടുവിച്ചാൽ ഈ പണിക്കൊക്കെ ഞാൻ പറയാം. സീതാമിഹാനയസ്വേരി, സീതയെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്ന് പറഞ്ഞോണ്ടല്ലോ. രാക്ഷസലോകസ്യ സർവസ്യ ശൃംഗം. രാക്ഷസലോകം ഒരു പർവ്വതാണെങ്കിൽ ആ രാക്ഷസലോക പർവ്വതത്തിന് ശൃംഗം, അതിന് കൊടുമുടി തകർക്കണോനാണെന്ന്, നിങ്ങളുടെ വംശത്തെ നശിപ്പിക്കണോനാണ്. ഏതായാലും എന്താണെന്നറിയാം, എനിക്കിത് കേട്ടപ്പോൾ തോന്നുകയാണ് പാമ്പിൻ്റെ വായെന്ന് വിഷപ്പല്ല് പറിക്കാൻ പോകണം എൻ്റെ മാതിരിയെന്ന്. എന്തിൻ്റെ വായെന്ന്? പാമ്പിനോട് പറഞ്ഞാൽ മതി, പാമ്പ് ഒന്ന് വായ തുറക്കും, ഞാനൊന്ന് പറിക്കട്ടെ. എന്ത് പല്ല്? അപ്പോൾ പാമ്പ് വായ തുറന്ന് നിൽക്കുമല്ലോ. പാമ്പിൻ്റെ വായെന്ന് അതിൻ്റെ വിഷപ്പല്ല് പറിക്കാൻ പോകണോൻ്റെ കാര്യം എന്താ? പഴക്കടി കൊണ്ട് ചാവല്ലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ മാതിരി രാമൻ്റെ മുമ്പ് നിന്ന് രാമൻ്റെ ഭാര്യയെ മോഷ്ടിക്കാൻ പോവുക എന്നൊക്കെ പറയണതേ എനിക്ക് തോന്നുക, രാവണ പുറപ്പെടരുത് കേട്ടോ, ഒരു മര്യാദ സമ്പ്രദായമൊക്കെ ആയിക്കോട്ടെ. അതുകൊണ്ട് ഞാൻ എന്നോട് പറയുക, രാവണ പ്രസീത ലങ്കേശ്വര രാക്ഷസേന്ദ്ര ലങ്കാം പ്രസന്നോ ഭവ സാധു ഗച്ഛാം ത്വം സ്വേഷു ദാരേഷു രമസ്വ നിത്യം രാമസ ഭാര്യോ രമതാം വനേഷു. എന്ത് നല്ല വരിയ മാരീചൻ പറഞ്ഞത്. പണ്ടത്തെ അമ്പിൻ്റെ ഒരു ഗുണേ. ഏതമ്പിന്? പണ്ടത്തെ ഒരു അമ്പിൻ്റെ ഗുണമാണത്. ഏതാ അമ്പ്? പണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ യജ്ഞം ഭംഗം വരുത്താൻ വന്ന സമയത്ത് രാമൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു അമ്പില്ലേ, ആ അമ്പ് കൊണ്ടതിൻ്റെ ശേഷം ഉണ്ടായ മാറ്റാണത്. പറയുകയും ചെയ്തു, പ്രസീത ലങ്കേശ്വര രാക്ഷസേന്ദ്ര ലങ്കാനാഥ രാക്ഷസരാജാവേ, ഞാൻ പറയുകയാണ്, ലങ്കാം പ്രസന്നോ ഭവ സാധു ഗച്ഛ. ലങ്ക എന്നും തെളിഞ്ഞ മട്ടിലിരിക്കട്ടെ, നല്ല മട്ടിലിരിക്കട്ടെ. അങ്ങ് എന്ത് ചെയ്തോളൂ? സാധു ഗച്ഛ, പൊയ്ക്കോളൂ ഇവിടുന്ന് ഇങ്ങടെ നേരെ കൊട്ടാരത്തേക്ക് മടങ്ങിക്കോളൂ. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയണേ. ത്വം സ്വേഷുദാരേഷു രമസ്വ നിത്യം. അങ്ങയുടെ ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞോളൂ. രാമനോ നിത്യം രാമസ ഭാര്യോ രമതാം വനേഷു. രാമൻ്റെ ഭാര്യയുടെ കൂടെ കാട്ടിലെവിടെയെങ്കിലും കഴിഞ്ഞോട്ടെ, അങ്ങയുടെ ഭാര്യയുടെ കൂടെ ഇവിടെ കഴിഞ്ഞോളൂ. ഇതാണൊരു മര്യാദ. അല്ലാതെ ജാതി പണിക്കൊന്നും പോവരുത്. നല്ല വർത്തമാനം ആര് പറഞ്ഞു കൊടുത്തത്? മാരീചൻ പറഞ്ഞു കൊടുത്തു. മാരീചൻ എന്ത് പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ്ടായെന്നറിയോ? അത് കേട്ടപ്പം നമ്മുടെ രാവണൻ ഒന്നും മിണ്ടിയില്ല. രാവണൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തേക്ക് മടങ്ങിപ്പോയി. രാവണൻ കൊട്ടാരത്തേക്ക് മടങ്ങിപ്പോയി. കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് അതോ വരുന്നു 10:10 ഈ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിലാര്? കുഞ്ഞിപ്പെങ്ങള്. അതാരാണ്? ശൂർപ്പണഖ. എന്ന് പറയണ്ട. തതശൂർപ്പണഖ ദൃഷ്ടുവാ സഹസ്രാണി ചതുർദശ ഹതന്യേകേന രാമേണ രക്ഷസാം ഭീമകർമ്മണം. 14,000 രാക്ഷസന്മാരെ നിസ്സാര സമയം കൊണ്ട് വളരെ ലളിതമായ രീതിയിൽ കൊന്ന രാമൻ്റെ ഒരു വലിയ കേമത്തര ആലോചിച്ചിട്ട് അമ്പൊന്നും ഖരദോഷം ദൃശ്യതാക്കളൊക്കെ മരിച്ചില്ലേ? 14,000 രാക്ഷസന്മാരും മരിച്ചു. ഇത് കണ്ട് സഹിക്കുക വയ്യാതെയായിട്ട് എന്തായാലും മനസ്സിലായി ഇവർക്കൊന്നും പറ്റില്ല എന്ന് മനസ്സിലായി. രാമൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു. എവിടേക്ക്? ഈ രാവണൻ്റെ അടുത്തേക്ക് വന്നേ. രാവണൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ രാവണനെ കസേരയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. രാവണൻ്റെ കസേരയുടെ മുകളിൽ ഇരിക്കുന്ന രാവണൻ എങ്ങനെ ഉണ്ടാവും? തല എത്രണ്ണ രാവണന്? എണ്ണിയിട്ടില്ലെന്നോ? അത് എല്ലാവർക്കും അറിയില്ലേ? 10 എണ്ണ. കയ്യാണ് എണ്ണാത്തത്. കൈ ഒരു തലയ്ക്ക് 2 കൈ എന്നാ കണക്ക്. ഇത് 10 തലയുണ്ടാവും. എത്ര കൈ ഉണ്ടാവും? കണക്കെൻ്റെ ടീച്ചർമാരല്ലേ? 10 തലയ്ക്ക് 20 കൈ ഉണ്ടാവില്ലേ? അതാണ് ആജാതി 10 തലയും 20 കൈയായിട്ട് രാവണൻ ഇങ്ങനെ ഇരിക്കുക, വലിയ കേമനായിട്ടിരിക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് ശൂർപ്പണഖ ഇങ്ങോട്ട് വന്നിട്ട് പറയുകയും ചെയ്തു, ഒന്നും പറയണ്ട, എന്തിനീ ഈ കയ്യും വെച്ചിരിക്കണത് പെണ്ണുങ്ങളുടെ മാതിരി? പൊട്ട് കുത്താനും മറ്റേത് മഷി തേക്കാനല്ല, എന്തിനു കൊള്ളി കയ്യ്? അവിടെ ചോദിച്ചു. ആണുങ്ങളുടെ കയ്യൊക്കെ എന്തിനുള്ളതാണ്? വീരന്മാരുടെ കയ്യെ ആയുധം പ്രയോഗിക്കാനും ശത്രുക്കളെ നേരിടാനും. പെണ്ണുങ്ങൾ പിന്നെ അതൊക്കെ തേച്ചും എനിക്ക് ഇങ്ങനെ നിന്നോട്ടെ, പാത്രം കഴുകാണ്ടേയും കുൽക്കുഴിയാണ്ടേയും. എന്താ കാരണം? നമുക്ക് പോവില്ലേ? അതൊക്കെ ആവാം. പക്ഷെ ആണുങ്ങൾ വീരന്മാരെന്ത് വേണം?
ധീരതയും ശൂരതയും ശത്രുക്കളോട് പൊരുതുക വേണ്ടത്. അപ്പം ഇവിടെ എന്താണ്ടായി? നിങ്ങൾ വലിയ വലിയ ആങ്ങളമാരാണെന്ന് പറഞ്ഞവരുണ്ടായിട്ട് എന്ത് കാര്യം ഉണ്ടായി? ഇനി മൂഹണ്ണോ അത് ചോദിച്ചു. മൂഹണ്ണോന്ന് മൂക്കുണ്ടോയെന്ന് ചോദിക്കണമെങ്കിൽ മൂക്ക് വേണം. സംഗതി പോയി. അപ്പോൾ ചോദിച്ചു അതെന്താ ശൂർപ്പണഖ എങ്ങനെ? അപ്പോൾ ശൂർപ്പണഖയ്ക്ക് ശൂർപ്പണഖ എന്ന് തന്നെ പറയാം. ശൂർപ്പണഖ എന്നേ വരില്ല. എന്താ കാരണം? മൂക്ക്